ഹലോ, നമസ്കാരം. പിന്നെ ഈ റബ്ബറും ബീഫുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എന്നാൽ നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ചില താരതമ്യങ്ങൾ ഈ റബ്ബറിനും ബീഫിനും കൂടെ ഉണ്ട്. എന്താണെന്ന് പറയട്ടെ. ആദ്യം റബ്ബറിനെ പറ്റി പറയാം. ഒരു 80-85 കാലഘട്ടത്തിൽ പിന്നെ മനോരമയുടെ സപ്ലിമെൻറ്റുകളിലെല്ലാം റബ്ബർ ഓരോരോ 105 അത് ഇത് പിന്നെ പാലാഴി എന്നൊക്കെ പറഞ്ഞ് അതിനെ വെട്ടുന്നതിൻ്റെ മാർഗങ്ങൾ, അതിനെ ഉണക്കുന്നത്, അതിനെ പുകപ്പുരയുടെ കാര്യങ്ങൾ, ഇങ്ങനെ സ്ഥിരമായിട്ട് മലയാളികളെ എല്ലാം ഉത്തേജിപ്പിച്ച് നമ്മുടെ തെങ്ങും മറ്റ് മരങ്ങളും എല്ലാം കുരുമുളകും എല്ലാം വെട്ടി നിരത്തി റബ്ബർ നട്ടു. ഈ റബ്ബർ നട്ട് നമ്മളത് അപ്പോൾ മിക്കവാറുമുള്ള ഭാഗങ്ങൾ റബ്ബർ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള തെങ്ങുമെല്ലാം പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിൽക്കാൻ റബ്ബർ കടയിൽ കൊണ്ടുപോകുമ്പോൾ, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് റബ്ബർ കട ഉണ്ടായിരുന്നു, അതുകൊണ്ട് റബ്ബറിനെ പറ്റി അറിയാം. അപ്പോൾ ഇത് വിൽക്കാൻ കടയിൽ കൊണ്ടുപോകുമ്പോൾ മനോരമ പത്രത്തിലാണ് അതിൻ്റെ റേറ്റ് വരിക. അന്ന് 18 രൂപ ചില്ലറ പൈസയൊക്കെയാണ്. അങ്ങനെ പിന്നെ അപ്പോൾ രാവിലെ മനോരമ പത്രത്തിൽ കമ്പോള നിലവാരത്തിൽ പിന്നെ 2 ടൈപ്പ് ഇത് വരും. പിന്നെ റബ്ബറിൻ്റെ വില അതിൽ MRP അല്ല, MRP അല്ല, വേറൊരു പേരാണ് പറയുന്നത്. ആ സമയത്ത് എനിക്ക് മറന്നുപോയി. അങ്ങനെ ആ റബ്ബറിൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പൈസ 20 പൈസ പത്രത്തിൽ കാണുന്നതിൽ കുറച്ചാണ് പിന്നെ റബ്ബർ കടക്കാരെടുക്കുക. എടുത്തിട്ട് ഇതെല്ലാം പോകുന്നത് എവിടേക്കാണെന്നറിയാമോ? MRFൻ്റെ ഇതിലേക്കാണ്. തമിഴ്നാട്ടിലെ മദ്രാസിലെ മനോരമയുടെ സ്വന്തം MRFിലേക്കാണ് ഇതെത്തുക. ഇതെത്തുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വില നിശ്ചയിക്കുന്നത് അവരിൻ്റെ അവർ പിന്നെ റബ്ബർ ടയറാക്കി വിൽക്കുന്നു. എങ്ങനെയുണ്ട്? മലയാളികളുടെ എല്ലാ അച്ചായന്മാരെ മൊത്തത്തിൽ വലിപ്പിച്ച ഏർപ്പാടായിരുന്നു റബ്ബർ കച്ചവടം. അച്ചായന്മാരായിരുന്നു ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് റബ്ബർ ഏറ്റവും കൂടുതൽ മനോരമ പണി കൊടുത്തത് നമ്മുടെ കേരളത്തിലെ അച്ചായന്മാർക്കായിരുന്നു. അത് കഴിഞ്ഞ് ഈ പിന്നെ മറ്റേ റബ്ബറൊക്കെ മറ്റേ റബ്ബർ ഉണ്ടല്ലോ, പിന്നെ മലേഷ്യയിൽ നിന്ന് ഇവിടുന്നൊക്കെ റബ്ബർ വരികയും പിന്നെ സിന്തറ്റിക് റബ്ബറിലേക്ക് ഇറക്കുമതി ആയപ്പോഴത്തേക്ക് മലയാളികളുടെ റബ്ബറിൻ്റെ പ്രേമം മാറി അവരും സിന്തറ്റിക്